അപ്പൊ എന്റെ അനുഭവം എന്ന് പറയുന്നത് എന്റെ ഉമ്മാക്ക് കാല് പഴുത്തിട്ട് എല്ലാരും വന്നിട്ട് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ കാണിക്കാൻ. അന്ന് ഞാനും ഇതിന് എതിരേനു. അപ്പൊ ഞാനും പറഞ്ഞു ഇങ്ങനെ നിക്കുന്നത് എന്തിനാന്നുള്ള ഇതിൽ ചോദിച്ചിരുന്നു. അപ്പൊ ആ സംസാരമൊക്കെ ഉണ്ടായി. പിന്നീട് ഉമ്മ അതിനകത്ത് തന്നെ നിന്ന് ഉമ്മന്റെ കാലിന് മാറി, ഫുള്ളായിട്ട് മാറി. തീരെ നടക്കാൻ പറ്റാത്ത ആള് ഫുള്ള് മാറി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. ഷുഗർ വന്നിട്ട് ആയതാണ്. കാല് മുറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പഴുത്തിട്ട് അമ്മക്കിപ്പോ ഒരു പ്രശ്നവുമില്ല. അപ്പൊ നേരെ കുറച്ച് അലോപ്പതി ഒരു ഹോസ്പിറ്റലാണ് പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും കാല് മുറിച്ചിട്ടുണ്ടാവും. ഇവരെ ഉമ്മയുടെ ഉമ്മാനെ ഇതേപോലെ കാല് മുറിച്ച അനുഭവം ഉണ്ട്. ഇപ്പം ആങ്ങളേനെ മുറിച്ച ഇതിലാണുള്ളത്. അപ്പം അതേ സെയിം കണ്ടീഷനുള്ള ഉമ്മാനെ നമുക്ക് ഇതേപോലെ തിരിച്ചു കിട്ടി. ഇപ്പോഴും അവരിങ്ങനെ അത്ഭുതത്തോടെ പറയും, ഓ നിസന്റെ എങ്ങനെയാ മാറിയത്. പിന്നെ ഒരാള് ഉണ്ട് കാല് മുറിച്ചിട്ട് ഇതിനു മുന്നേ ഞാൻ അക്യുപങ്ചർ അറിയുമെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടുമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് അനുഭവം. അതായത് പല ആൾക്കാരും നിങ്ങൾ മെഡിസിൻ എന്താ കഴിക്കാത്ത നമ്മൾ അയ്യേ ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ. നമ്മളെ അനുഭവത്തിന് നമുക്കൊരു അനുഭവം വരുമ്പോഴാണ്, ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അപ്പം ആ ഒരു രീതി മാത്രമേ ഞങ്ങൾ എടുത്തുള്ളൂ. പിന്നെ ഇത് ഇന്ത്യയാണ്, നമുക്ക് ചൂസ് ചെയ്യാം ഏത് ട്രീറ്റ്മെന്റ് നമുക്ക് വേണം എന്നുള്ളത്. അത് കണ്ട നാട്ടുകാർ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല.